കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാം. ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് നിറയാൻ തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവമേ, അങ്ങേ എല്ലാ നന്മയ്ക്കായി മാറ്റണേ, എല്ലാം നന്മയ്ക്കായി തീർക്കുന്നു. രക്ഷയേകുമാത്രക്കരങ്ങളിൽ കൈവിടും എന്നെ പൂർണ്ണമായി. കർത്താവായ ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കണം കർത്താവേ, ഞങ്ങൾ തുടരണം കർത്താവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ആരാധന. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 18 വരെയുള്ള പ്രധാനപ്പെട്ട വചനങ്ങളാണ് നമ്മൾ വായിക്കുക. അപ്പോൾ ചില കൽദായർ മുന്നോട്ട് വന്ന് ദുരുദ്ദേശത്തോടെ യഹൂദരുടെ മേൽ കുറ്റം ചുമത്തി. അവർ നബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. രാജാവേ, കൊമ്പ്, കുടൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണ്ണ പ്രതിമയെ താണു വീണ് ആരാധിക്കണമെന്ന് നീ കൽപ്പിച്ചിരുന്നില്ലേ? സാഷ്ടാംഗം വീണ് ആരാധന നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാളുന്ന അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുമെന്ന് നീ കൽപ്പിച്ചിരുന്നു. രാജാവേ, ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി നീ നിയമിച്ചിരിക്കുന്ന ശദ്രഖ്, മെഷഖ്, അബദ്നഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല. അവർ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഉഗ്ര കോപം പൂണ്ട നബൂഖദ്നേസർ ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗോയെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നബൂഖദ്നേസർ ചോദിച്ചു, ഹേ ശദ്രാഖ്, മെഷാഖ്, അബദ്നഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞു കളയും. ഏത് ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ശദ്രാക്കും മെഷാക്കും അബദ്നഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം വളരെ പവർഫുള്ളായ വചനമാണ്. നമുക്കറിയാം 3 ബാലന്മാരുടെ ജീവചരിത്രം. അവർ ദൈവത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചവർ. അവിടെ വിശ്വാസം ക്ഷയിക്കാത്ത വിശ്വാസം. എന്തെല്ലാം പ്രതികൂല സാഹചര്യമുണ്ടെങ്കിലും തളരാത്ത ചില വിശ്വാസത്തിൻ്റെ ഉടമകളെ എൻ്റെ ജീവിതത്തിൽ പലതവണ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്ഥിരതയോടെ നിൽക്കുക. നമ്മുടെ ദൈവം തള്ളിക്കളയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോകരുത്, ഒരിക്കലും മങ്ങിപ്പോകാൻ പാടില്ല. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഒരിക്കലും മങ്ങിപ്പോകാൻ പാടില്ല. സങ്കീർത്തനത്തിൽ നമ്മൾ വ്യക്തതയോടെ കാണുന്നുണ്ട്. സങ്കീർത്തനം 34-ാമത്തെ അധ്യായത്തിൽ 4-5 വചനം, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. വീണ്ടും വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 34-ന്റെ 10-ാമത്തെ വചനം, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. വീണ്ടും വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 34-ൽ തന്നെ പറയുന്നത് 18-19 വചനം പറയാം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. നീതിമാന്റെ സഹനങ്ങൾ അസംഖ്യമാണ്, പക്ഷേ അവിടുന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവരും. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ, ശക്തമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ നാം ദൈവത്തെ വിളിച്ച് കാത്തിരിക്കുവാനായിട്ട് നാം തയ്യാറാകണം. തമ്പുരാന്റെ പദ്ധതി, ദൈവം ജീവിക്കുന്ന ദൈവ മക്കളെ, ജീവിക്കുന്ന ദൈവ, ആ ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ആശ്രയിക്കുക. കൂടുതൽ നമ്മുടെ ഹൃദയങ്ങളെ തമ്പുരാനോട് ചേർത്ത് വെക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. അപ്പോൾ തിന്മയുടെ ശക്തികൾ, പൈശാചിക ശക്തികൾ, പൈശാചിക ആത്മാക്കൾ നമ്മൾ വിട്ടുപോക്കോളും. ഇവിടെ കാണാൻ പറ്റും,
ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുകയാ, 3 ബാലന്മാര് അവരോട് പറയുക, 3 പേരോട് പറയുക, നിങ്ങൾ 3 പേരും നിങ്ങൾ പ്രതിമയെ ആരാധിക്കണം, വിഗ്രഹത്തെ ആരാധിക്കണം, ജീവനില്ലാത്തതിനെ ആരാധിക്കണം, ദൈവമല്ലാത്തതിനെ ആരാധിക്കണം, രാജാവിനെ ആരാധിക്കണം, സത്യദൈവത്തെ ആരാധിക്കണം. അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലേ ഏതെല്ലാം പ്രതികൂല സാഹചര്യം വന്നാലും കത്തുന്ന തീക്കാത്തോട്ട് കൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ആഴിയിലേക്ക് അതുകൊണ്ട് ഇട്ടാലും ശരി, ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും പുറകോട്ട് പോകില്ലെന്ന് പറയുക. രാജാവ് വിളിച്ചു പറഞ്ഞോണ്ട്, നീ എന്താ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്? അവസാനം സമ്മതിച്ചു. ഓക്കെ, എറിഞ്ഞോളാൻ പറഞ്ഞു. ഇവർ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ നിന്റെ ദൈവത്തെ അല്ലെങ്കിൽ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുക. അവസാനം ഇവരെ 3 പേരെ എടുത്ത് തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയ സംഭവം നമുക്ക് ബൈബിളിൽ അറിയാം. വലിയൊരു സംഭവമാണ്. അവർ പറയുന്നുണ്ട്, അവിടെ ഒരു വചനം പറയുന്നു, ഈ വചനമാണ് ഏറ്റവും വലുത്. അവിടെ ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കില്ല. തൊട്ടു മുമ്പ് പറഞ്ഞിട്ട്, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടെ ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും, അതാണ് വിശ്വാസത. ചിലരുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കാര്യം സാധ്യം, കാര്യം നടന്നില്ലെങ്കിൽ തമ്പുരാൻ തള്ളിപ്പറയും. എല്ലാ കാര്യവും നടന്നാൽ ഹല്ലേലൂയ. അത് വിശ്വാസമല്ല, അതൊരിക്കലും വിശ്വാസമല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അതിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണം നടന്നോളും. എന്നെ നയിക്കുന്നത് ഞാനല്ല, എന്നെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരല്ല, എന്നെ കൊണ്ടുപോകുന്നത് മറ്റുള്ളവരല്ല, ഞാനുമല്ല. എന്നെ എൻ്റെ ദൈവമാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ദൈവത്തെ ഞാൻ ആശ്രയിച്ച് ആ ദൈവത്തെ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവിടുന്ന് എന്നെ കാണുന്നുണ്ട്, അവിടുന്ന് മുറുകെ പിടിച്ചിട്ടുണ്ട്, അവിടുന്ന് തന്നെ വട്ടം പിടിച്ചിട്ടുണ്ട്, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള തീവ്രമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വേണം. സങ്കീർത്തനത്തിൽ 121-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വചനം, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നു വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്നു വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവന് ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. വ്യക്തതയുള്ള വിശ്വാസം. അതിനകത്ത് യാതൊരു ചോദ്യമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് രാജാവിനോട് പറയാം, രാജാവേ, അഥവാ ഞങ്ങളെ തീക്കുണ്ടത്തിലോട്ട് എറിയുമ്പോൾ ഞങ്ങൾ കത്തിച്ചാമ്പലായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നീ ഞങ്ങളെ എടുത്ത് തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അഥവാ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടുത്തോട് യാതൊരു പരാതിയില്ല, ഞങ്ങളുടെ ദൈവത്തോട് യാതൊരു പരാതിയില്ല. കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. ദൈവനിയോഗമായിട്ട് ഞങ്ങൾ സഹനമേറ്റെടുക്കും. ദൈവനിയോഗമായിട്ട്, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സഹനമേറ്റെടുക്കും. യേശുക്രിസ്തു കുരിശിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ ഈശോ പിതാവേ, അങ്ങയുടെ കരങ്ങൾ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ അവസാനത്തുള്ളി ചോര വരെ ചിന്തുമ്പോൾ സ്വർഗപിതാവിനോട് പിറുപിറുത്ത് സംസാരിക്കുന്നൊരു ഈശോ തമ്പുരാനെയല്ല, പുത്രൻ തമ്പുരാനെയല്ല നമ്മൾ കാണുന്നത്. സഹനത്തിൻ്റെ വഴിയിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇടയ്ക്ക് പറയും, നമുക്കറിയാം, ഗർസമത്തോട്ട് ഈശോ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എപ്പോഴും ദൈവ തിരുമനസ്സിന് തന്നെ സമർപ്പിക്കുന്ന ഈശോ. സങ്കീർത്തനം 40, 7, 8, 9, 10 വചനത്തിൽ പറയുന്ന പോലെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷമെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ അത് തന്നെ ഈശോയുടെ ദൈവഹിതം നിറവേറ്റുന്ന ഈശോ. അവിടെ യാതൊരു പ്രശ്നമില്ല, ലാഭനഷ്ടം നോക്കുന്നില്ല. ഇവിടെ കാണാൻ പറ്റും, 3 ബാലന്മാരെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവർ പറയുക, അഥവാ ഞങ്ങൾ കത്തിച്ചാമ്പലായി പോകട്ടെ, കത്തിപ്പോകട്ടെ, എന്ത് സംഭവിച്ചോട്ടെ, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും ഞങ്ങൾ വ്യതിചലിക്കുകയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അല്പം പോലും വ്യതിചലിക്കില്ല. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ പ്രത്യേകിച്ച് 325 AD വരെ വരുന്ന കാലഘട്ടം റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം വരെയുള്ള ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മുഴുവൻ പീഡനങ്ങളുടെ കാലഘട്ടം. ദൈവജനം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൊണ്ടുപോയിട്ട് വിശ്വാസികളെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കഴുത്തുകെട്ട് തല വെട്ടപ്പെട്ട് മാറ്റിയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില രാജാക്കന്മാരുടെ ലീലാവിലാസങ്ങളാ മൃഗങ്ങൾക്ക് മനുഷ്യനെ വലിച്ചെറി അന്നൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ അതിന് മുന്നിൽ നിന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ട് എന്തു സംഭവിച്ചോട്ടെ. പക്ഷെ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന, ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അണുവട വ്യതിചലിക്കാത്ത ജീവിതങ്ങളായിട്ട് മാറുന്നു കാണാൻ പറ്റും.
പ്രിയപ്പെട്ടവർ, ഈ തലമുറ പ്രത്യേകത എന്താ? പലപ്പോഴും കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കർത്താവിൻ്റെ പുറകെ നടക്കുന്നത്. നമ്മൾ പലരും കാര്യങ്ങൾ നടന്നില്ലേ വീണ്ടും പഴയ വഴിക്ക് പോകുന്നത് കാണാൻ പറ്റും. പല നമ്മൾ കണ്ടിട്ടുണ്ട്. ധ്യാനം കൂടി 8-ാം പൊക്കം അല്ല 15-ാം പൊക്കം വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി, വീണ്ടും പഴയ ബന്ധത്തിലേക്ക് പോയി, വീണ്ടും കട്ടെടുക്കാൻ പോയി, വീണ്ടും അവൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ വരിക. എന്താ കാര്യം? എന്താ? അവൻ പലപ്പോഴും ധ്യാനം കൂടുന്നതിന് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ നടക്കണം. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈശോയുടെ കൂടെ ഈശോയുടെ പറയാം, ഹല്ലേലൂയ പറയാം. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? പക്ഷെ ഈ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ കരമുണ്ട്, തമ്പുരാന്റെ പരിപാലനയുടെ കരമുണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല. ദൈവമാണ് ഈ പ്രതിസന്ധിയിലൂടെ, ഈ ക്രൈസിസിലൂടെ, ഈ അസ്വസ്ഥതയിലൂടെ, ഈ വേദനയിലൂടെ എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ള ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും പതറിപ്പോകുകയില്ല. 40 വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നമ്മുടെ കർത്താവ് കൊണ്ടുപോകുന്നുണ്ട്. 40 വർഷം കൊണ്ടുപോകുന്ന സംഭവം മോശയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുമ്പോൾ ജനം പിറുപിറുക്കുന്നുണ്ട്, മോശ പോലും ഇടയ്ക്ക് പിറുപിറുക്കുന്നുണ്ട്. അവിടെ എല്ലാം വിശ്വാസം ക്ഷയിക്കുന്ന പോലെ കാണും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പിന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാ. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഒരു അപ്പനെ പോലെ, ഒരു അമ്മയെ പോലെ, സഹോദരനെ പോലെ, സഹോദരിയെ പോലെ, പ്രിയപ്പെട്ടവനെ പോലെ, പ്രിയപ്പെട്ടവളെ പോലെ കൂടെ നടന്ന, ഇസ്രായേലിന്റെ കൂട്ടത്തിൽ നടന്ന ഇസ്രായേൽ ജനം പച്ചയ്ക്ക് ദൈവത്തെ അനുഭവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ 40 വർഷമേ ഉള്ളൂ. അതിന് ശേഷം എല്ലാവരും മുമ്പുമില്ല. അന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും മരുഭൂമിയുടെ കാലഘട്ടം. അതേ മക്കളെ, ഒന്നുമില്ലായ്മയിലും വേദനയിലും സഹനത്തിലും പീഡനങ്ങളിലും ഒറ്റപ്പെടലിലൂടെ ചിലപ്പോൾ എന്നെയും നിങ്ങളൊക്കെ ദൈവം കൊണ്ടുപോകുന്നു. ഒക്കെ തമ്പുരാൻ അറിഞ്ഞ ഒക്കെ പദ്ധതിയുണ്ട്. ഒന്നും പേടിക്കാണ്ടെന്ന് വെച്ചാൽ മതി. നമ്മൾ മനസ്സ് തളരാതിരിക്കുക, ഭയപ്പെട്ട് പുറകോട്ട് പോകാതിരിക്കുക. ഈ പ്രശ്നം ദൈവം പരിഹരിക്കും. ഇന്നല്ല നാളെ എൻ്റെ ദൈവം ഇത് പരിഹരിച്ച് എന്നെ വഴി നടത്തും എന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിക്കുക. ദാവീദ് കുറിച്ച് പറയുന്ന പോലെ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഞാൻ ദർശിച്ചിരുന്നു. എങ്ങനെ കണ്ടു? ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എപ്പോഴും എങ്ങനെ കൺമുമ്പിൽ കണ്ടു? വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് തൻ്റെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറിലും ദൈവം നയിക്കുന്നത് കണ്ടുകൊണ്ട് വിശ്വസിക്കുന്ന ദാവീദ് ദീർഘദർശിയുണ്ട്. ഇത് പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുണ്ടാകുന്ന മുഴുവൻ സഹനങ്ങളുടെ നടുവിൽ ഈ കാലയളവ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളാണ്. പലർക്കും ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്ക് ഒരുപാട് പ്രതികൂല, നല്ല കുടുംബജീവിതം നയിക്കാൻ പലർക്കും. എന്തിനാച്ചോ ഇതുപോലെ വേദനകൾ, ഇതുപോലെ തിക്താനുഭവങ്ങൾ, ഇതുപോലെ കുരിശുകൾ, എന്നും പ്രശ്നങ്ങൾ, എന്നും സങ്കടങ്ങൾ, എന്നും കണ്ണുനീര്. എങ്ങനെ ശരിയാവും? എവിടെ പോയി അവസാനിക്കും? ഇതെല്ലാം തീരാൻ പോവാണോ? എല്ലാം കൂടെ അടിഞ്ഞു തീരാൻ പോവാണോ? എന്തോ നാണക്കേട് അനുഭവിക്കാൻ പോകണം, പരിഹാസം ഇല്ലില്ല, ഒരിക്കലില്ല. ദൈവത്തിന്റെ ശക്തമായ കരം, ജീവിക്കുന്ന കരം നിന്നെ പൊന്നുപോലെ താങ്ങിക്കൊള്ളും. അത് നീ വിശ്വസിക്കണം. എന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയിലൊന്നാണ് സങ്കീർത്തനം 23. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് പറയാനേ പറ്റുള്ളൂ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. നിങ്ങൾ കാണുന്ന കുറവ് നാളെ അത് അഭിഷേകമായിട്ട് മാറാൻ പോവുക. നിങ്ങൾ കാണുന്ന ബലഹീനത നാളെ എൻ്റെ ശക്തിയായിട്ട് മാറാൻ പോവുക. കാരണം എന്നെ നയിക്കുന്ന ദൈവം. അത്രമാത്രം ദൈവത്തോട് ചേർന്ന് തമ്പുരാൻ്റെ ജീവിതം സമ്പൂർണ്ണമായി കാഴ്ചവെച്ച ജീവിതങ്ങളായിട്ട്, വിശുദ്ധ ജീവിതങ്ങളായിട്ട് നമ്മൾ മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എല്ലാം ദൈവം നന്മയായിട്ട് മാറ്റിത്തരും. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ അഭിഷേകമായിട്ട് മാറാൻ പോവുക. നിന്റെ ശത്രു നിന്നെ വളർത്തിയെന്ന് നീ കരുതാൻ പോവുക. നിന്നെ പീഡിപ്പിച്ചവരാ നിന്നെ അനുഗ്രഹിച്ചെന്ന് നീ മനസ്സിലാവും. നിന്നെ ഉപദ്രവിച്ചവരാ നിന്നെ വളർത്തിയത്. നിനക്കെതിരെ കുറ്റം പറഞ്ഞവരാ നിന്നെ ഒരുപാട് സ്നേഹിച്ചവരും വിശുദ്ധീകരിച്ചവരും നീ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം വരും. അതുവരെ നീ കാത്തിരിക്കണം. അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ 3 ബാലന്മാർ നമുക്ക് തരുന്ന ഏറ്റവും വലിയ വിശ്വാസ ബോധ്യം എന്താ? ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ശരി, ആരൊക്കെ എതിലൊക്കെ വന്നാലും ശരി, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ശരി, ദൈവത്തെ തള്ളി പറയരുത്. എന്തെല്ലാം തകർച്ചകൾ, ഏത് തരത്തിലുള്ള അപവാദം ഉണ്ടാവട്ടെ, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടട്ടെ, സാമ്പത്തികം നഷ്ടപ്പെടട്ടെ, രോഗങ്ങൾ വരട്ടെ, കെടുതികൾ വരട്ടെ, നമ്മളെ ആരും മനസ്സിലാക്കാതെ വരുന്ന സംഭവങ്ങൾ, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ഒക്കെ വന്നോട്ടെ, ഒന്നും വിഷമിക്കണം, ഒട്ടും വിഷമിക്കേണ്ട. നീ ദൈവത്തെ തള്ളിക്കളയരുത്. അതാണ് 3 ബാലന്മാർ പഠിപ്പിക്കുന്നത്. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് കുറവ് വരരുത്. നിന്റെ കുർബാന കേന്ദ്രീകൃതമായ ജീവിതത്തിന് കുറവ് വരരുത്. നിന്റെ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധത്തിന് ഒരു കുറവ് വരരുത്. നിന്റെ വിശുദ്ധ ജീവിതത്തിന് യാതൊരു മാറ്റം വരുത്തരുത്. എന്തെല്ലാം വന്നാലും
ആരൊക്കെ എതിർത്താലും, ആരൊക്കെ നിന്നെ ചപ്പും ചവറും പോലെ വലിച്ചെറിഞ്ഞാലും, അല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലേ, അപ്പോസ്തലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഞങ്ങൾ ലോകത്തിന് ഉച്ഛിഷ്ടമായിട്ട്, അല്ലെങ്കിൽ ലോകത്തിന് ഞങ്ങൾ ചപ്പും ചവറുമായിട്ട് മാറി. എല്ലാവിധ അപവാദങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും സഹിച്ച് കുറ്റപ്പെടുത്തി, അവർ ഒരു കുറ്റവും ചെയ്തില്ല, കുറ്റങ്ങൾ മാത്രം ഇവരെ കുറിച്ച് പറഞ്ഞ് അവർ ഒറ്റപ്പെടുത്തി, അവർ മാനസികമായിട്ട് പീഡിപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന അവർ പറയാ, ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ മാറ്റി. ദൈവത്തിന്റെ പദ്ധതിയായിട്ട് പറയുക, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ, അത് ഞങ്ങളുടെ അഭിഷേകത്തിന്റെ നാളുകളോ, ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞതിന്റെ ഫലമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തോട് നമ്മൾ പ്രസംഗിക്കേണ്ടതും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതും ഓരോ സെക്കൻഡിലും ഞാൻ നിങ്ങളൊക്കെ പ്രകടമായ വിധത്തിൽ തന്നെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സത്യമാണിത്. അതായത് എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും ശരി, നേട്ടങ്ങളോ കോട്ടങ്ങളോ വന്നാലും ശരി, ദൈവത്തെ തള്ളിപ്പറയരുത്, തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകരുത്. പ്രേമബന്ധങ്ങളുടെ കാലഘട്ടമുണ്ട് ചിലരൊക്കെ, അത് പോയേക്കരുത്. ദൈവത്തിന് നിരക്കാത്ത വഴിയിലൂടെ പോയേക്കരുത്. ജീവിതം പോവുകയാണ്, പൊക്കോട്ടെ. ആ അഗ്നി കൊണ്ടും അത് പരിശുദ്ധാത്മ അഗ്നിയായിട്ട് മാറുകയല്ല. ശരിക്കും പറഞ്ഞാൽ ഭൂതമാലന്മാർക്ക് അവരെ തീക്കകത്തോട്ടിടുന്നു, പക്ഷേ അത് പരിശുദ്ധാത്മ അഗ്നിയായിട്ട് ജ്വലിക്കുന്നൊരു പ്രാർത്ഥനയായിട്ട് മാറുക. ആ തീക്കകത്ത് കടന്നുകൊണ്ട് അവർ ശക്തമായിട്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്ന കാണാൻ പറ്റും. സ്തുതിക്കുന്നവർ 3 ബാലന്മാരുടെ കീർത്തനമെന്ന് നമ്മളോട് വായിക്കുന്നത്. 3 ബാലന്മാർ തീക്കകത്ത് ദൈവം സ്തുതിക്കുക. അതേ പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ സ്തുതിക്കാൻ പഠിക്കണം. അങ്ങനെ സ്തുതിക്കുമ്പോഴാണ് ആ 3 ബാലന്മാരുടെ നടുവില് നാലാമതൊരുവൻ വന്നിക്കുകയാ, ദൈവദൂതൻ വരിക. അപ്പോൾ രാജാവും മറ്റ് ശത്രുക്കളൊക്കെ നോക്കിയതേ 3 പേരെയാണല്ലോ നമ്മൾ എറിഞ്ഞത്, പിന്നെ എങ്ങനെ അത് 4 പേര് വന്നു നോക്കും. പിന്നെ അകത്ത് ഒരാളും കൂടെ. അതാണ് ഒരു അദൃശ്യനായവൻ്റെ സാന്നിധ്യം. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ കൂട്ടത്തിൽ, ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ കൂട്ടത്തിൽ, സഹനത്തിൻ്റെ നാളുകൾ പോകുന്നവൻ്റെ കൂട്ടത്തിൽ അവനറിയാതെ ഒരുവൻ കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരു സഹയാത്രികനായിട്ട് ദൈവം ഉണ്ടായിരിക്കും. അതെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത മുഴുവൻ ദൈവ മക്കൾ ഓർത്തുള്ളൂ. പ്രത്യേകിച്ച് സഹനത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന അപ്പന്മാർ, അമ്മമാർ, യുവാവ്, യുവതിയെ, കുഞ്ഞുങ്ങളൊക്കെ ഓർത്തുകൊള്ളുക. സഹനത്തിൻ്റെ നിമിഷത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഉണ്ടെങ്കിലും ഉറപ്പിച്ച് വിശ്വസിച്ചു, നിനക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷേ നിന്റെ കൂടെ ജീവിക്കുന്ന കർത്താവ്, ജീവിക്കുന്ന ദൈവം ഉണ്ടായിരിക്കും. ആ കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ഒരു തീ നിന്നെ പിടിക്കില്ല, ഒരു ശത്രു പിടിക്കില്ല, ഒരു പിശാചിനെ ഒന്നും ചെയ്യില്ല. നീ അക്കരെ കിടക്കും. അത് ഒരു അത്ഭുതമായിട്ട് മറ്റുള്ളവർ പറയും, നിനക്കതൊരു ആനന്ദമായിട്ട് മാറുകയും ചെയ്യും. നീ പറയും, എൻ്റെ ദൈവം എന്നെ നടത്തി. മറ്റൊരു പറയും, ഇതെന്തൊരു സംഭവം, ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അവർക്കറിയില്ലല്ലോ, നമ്മുടെ സഹനത്തിൻ്റെ നാളുകളിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവമാണ് നയിച്ചത്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ആ ഒരു വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവമേ, അങ്ങേ സ്നേഹിക്കും വിടുതൽ നൽകണം കർത്താവ്. എല്ലാം നന്മയ്ക്കായി തീർക്കും. സൗഖ്യം കൊടുക്കണമേ ഈ സമയത്ത് കർത്താവ്. എല്ലാവരും കരങ്ങളിൽ കൈവിടും എന്നെ പൂർണ്ണമായി. കർത്താവ് ഈശോയെ, സഹനത്തിന്റെ വഴികളിലൂടെ പോകുന്ന മക്കൾക്ക്, ആരോരുമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ പോകുന്ന മക്കൾക്ക്, തിക്താനുഭവങ്ങൾ നടുവിലൂടെ പോകുന്ന മക്കൾക്ക് സ്നേഹം, സന്തോഷം, സമാധാനം കിട്ടാത്ത ജീവിതങ്ങളിലേക്ക് കർത്താവ്, ഒരുപാട് പരാതികളുള്ളവരുടെ ജീവിതത്തിൽ കർത്താവെ നിന്റെ ആണിപ്പുള്ള കൈകൾ നീട്ടണേ കർത്താവെ. അങ്ങ് അവരുടെ കൂടെയുണ്ടെന്ന് അങ്ങ് അവരോട് കൽപ്പിക്കണം കർത്താവെ. ഈശോയെ, സങ്കീർത്തനം 121 1 മുതൽ 11 അങ്ങ് പറയുന്നത് പോലെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം കർത്താവ്. ഉന്നതത്തിലുള്ള പരിശുദ്ധാത്മാവ് വർഷിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ധൈര്യം കൊടുക്കണമേ. എല്ലാം കെട്ടുവഴിച്ച്, ബന്ധനം അഴിച്ച് ധൈര്യത്തിന്റെ ആത്മാവിലേക്ക് നിറയട്ടെ. ഭയം വിട്ടുപോകട്ടെ. 3 ബാലന്മാരെ പോലെ അഗ്നിയുടെ നടുവിൽ നിന്നുകൊണ്ട് സ്തുതിക്കുവാനുള്ള തകർച്ചകളുടെയും രോഗങ്ങളുടെയും കടബാധ്യതയുടെയും മാനസിക പ്രശ്നങ്ങളുടെയും ശത്രുക്കളുടെയും പീഡിപ്പിക്കുന്നവരുടെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട്, ജയിലിൽ കിടന്നുകൊണ്ട്, പ്രശ്നങ്ങൾ നടുവിൽ നിന്നുകൊണ്ട് കർത്താവെ നിന്റെ ഇടപെടൽ, നീ ഇന്നല്ല നാളെ ഇടപെടും. നിന്റെ വലിയ ഇടപെടലുണ്ടാകും. നീ ഒരിക്കലും നിന്റെ ചെറുതെ തള്ളിക്കളഞ്ഞിട്ടില്ല, ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പാണ് കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ ഉപേക്ഷിക്കാനാവില്ല. കർത്താവെ, അങ്ങ് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കാത്തതിന്റെ അടയാളമല്ലേ സ്വന്തം പ്രിയപുത്രനെ കാൽവരിയിൽ 3 ആണിൽ കുരിശിൽ രക്തം ചിന്തി മരിക്കുവാൻ അങ്ങ് വിട്ടുകൊടുത്തത്. ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് പുത്രൻ തമ്പുരാനെ ഞങ്ങൾക്ക് വിട്ടുതന്നത് ആ
അതിനു വേണ്ടിയല്ലേ. ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവ് ഇവിടുത്തെ ഇടപെടല്, അവിടുത്തെ സമയം, അതിന് കാത്തിരിക്കുവാൻ അവൾ കൃപ ഞങ്ങൾക്ക് തരണമേ. വലിയ കൃപ, ഉന്നതമായ കൃപ, അഭിഷേകം തരണമേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ദൈവമേ അങ്ങേ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി തീർക്കും. സകല കെട്ടുകളും ബന്ധം അഴിഞ്ഞു പോകട്ടെ. രക്ഷയേകുമാത്രകരങ്ങളിൽ കൈവിടും എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നവർക്കല്ലയോ ഈശോയെ നാഥൻ നൽകുന്നു ശിക്ഷണം. എന്റെ ഈശോയെ സ്നേഹിക്കുന്നവർക്കല്ലയോ ഈശോയെ നാഥൻ നൽകുന്നു കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ താതൻ താടനം ചെയ്തു തക്ക ശിക്ഷണമേകുന്നു. ഈശോയെ മക്കളെ താതൻ താടനം ചെയ്തു തക്ക ശിക്ഷണമേകുന്നു. എന്റെ പ്രിയപ്പെട്ട ഈശോയെ ദൈവമേ അങ്ങേ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി തീർക്കുന്നു. രക്ഷയേകുമാതൃക്കരങ്ങളിൽ കൈവിടും. ഈശോ നമ്മെ ആശീർവദിക്കുന്നു. നമ്മെ ആശീർവദിക്കാൻ പോവുക. കർത്താവിന്റെ വലിയ ഇടപെടലായിട്ട് ദാഹിക്കാൻ നമുക്ക്. കർത്താവിന്റെ കരം നമ്മുടെ മേൽ നീട്ടപ്പെടാൻ പോവുക. കർത്താവ് നമ്മെ തൊടും മക്കളെ. ഈശോ തൊടുന്നുണ്ട്. അവിടുത്തെ അദൃശ്യകാരം നമ്മുടെ കൂടെയുണ്ട്. 3 ബാലന്മാരുടെ കൂട്ടത്തിൽ 4-ാമതൊരാളെ അവർ കണ്ടുമുട്ടുന്നുണ്ട്. അഗ്നികുണ്ഡത്തിൽ 4-ാമതായിട്ട് ദൈവമാണ്. അവർ 3 പേരുടെ മേൽ അഗ്നി കത്തിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി, അവർ പിടിക്കാതിരിക്കാൻ വേണ്ടി, അവർ ദഹിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അവർ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, അവർ മനസ്സൊലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവം കൂടെ അടുക്കിലേക്ക് ചെന്ന് കാണാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മുടെ കൂടെ വരുന്നുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. സഹനത്തിൻ്റെ നാളുകളിലൂടെ പോകുന്ന മക്കൾ ധൈര്യമായിട്ട് വിശ്വസിച്ചുള്ളൂ. ഏത് കാരണത്താലും ആവട്ടെ, ഏത് പ്രശ്നത്താലും ആവട്ടെ, ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് നിന്നെ പൊന്നുപോലെ പരിപാലിക്കും. കുറച്ച് വിശ്വസിക്കട്ടെ. കർത്താവ് നമ്മെ ആസ്വദിക്കുമ്പോൾ മനസ്സ് തുറന്ന് ഈശോയെ ആരാധിക്കുക, നമുക്ക് സ്തുതിക്കാം. ബന്ധം അഴിഞ്ഞു പോട്ടെ. കർത്താവേ, ഈ ജനത്തിന് അങ്ങനെ ആത്മാവിനെ കൊടുക്കണമേ. കർത്താവേ, ഈ ജനത്തിന് അങ്ങേ അനുഭവിക്കാൻ കൃപ കൊടുക്കണമേ. സകല കെട്ടുകളും ബന്ധനം അടിച്ചു മാറ്റി ശക്തിപ്പെടുത്തണം കർത്താവേ. ഞങ്ങൾ ആരാധിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു, മഹത്വപൂർണമായ ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നന്ദി കർത്താവേ. അഭിഷേകം നന്ദി കർത്താവേ. അനുഗ്രഹത്തിന് നന്ദി പറയുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവേ. കൈവിടും എന്നെ പൂർണ്ണമായി ഈശോയേ